അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നഗരമായി മൂവാറ്റുപുഴ. നഗരകാര്യ ജോയിന്റ് ഡയറക്ടർ വി പ്രദീപ് കുമാർ മൂവാറ്റുപുഴ നഗരസഭയെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരസഭയായി പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ നഗരമായി മൂവാറ്റുപുഴ നഗരസഭ. മൂവാറ്റുപുഴ നഗരസഭയിൽ ജൂൺ 25-ന് തുടക്കം കുറിച്ച പദ്ധതിക്ക് 50 ദിവസം കൊണ്ട് ലക്ഷ്യം കൈവരിക്കാനായി. DG കേരള കോർഡിനേറ്ററും മാസ്റ്റർ ട്രെയിനറുമായ രജിത പിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. നഗരസഭാ പരിധിയിലുള്ള 8328 വീടുകളിൽ ആൾതാമസമുള്ള 7854 വീടുകളിൽ നടത്തിയ സർവേയിൽ 14-നും 64-നും ഇടയിലുള്ള 1806 പേര് ഡിജിറ്റൽ സാക്ഷരതരല്ലെന്ന് കണ്ടെത്തി. തുടർന്ന് 28 വാർഡുകളിലും വാർഡ് തല ക്ലാസ് സംഘടിപ്പിച്ചു. മൊബൈൽ ഫോൺ ഓൺ ഓഫ് ആക്കുന്നതിൽ തുടങ്ങി ഓൺലൈനായി വിവിധ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനും സർക്കാർ സേവനങ്ങളെക്കുറിച്ച് അറിയുന്നതിനും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നതും അടക്കമുള്ള പരിശീലനമാണ് നൽകിയത്. മൂവാറ്റുപുഴ നഗരസഭയുടെ പ്രത്യേക കൗൺസിൽ യോഗത്തിൽ നഗരകാര്യ ജോയിന്റ് ഡയറക്ടർ വി പ്രദീപ് കുമാർ മൂവാറ്റുപുഴ നഗരസഭയെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരസഭയായി പ്രഖ്യാപിച്ചു. നമുക്കറിയാവുന്ന പോലെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയാണിത്. അതായത് സംസ്ഥാനത്തെ ഡിജിറ്റൽ സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളത്. 14 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ആൾക്കാർക്ക് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിൽ തന്നെ, പക്ഷേ ലോകത്തിൽ തന്നെ ആദ്യത്തെ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയെങ്കിലും നമ്മൾ ഇതിന് ഇലക്ഷനോടനുബന്ധിച്ച് കുറേയേറെ ലാഗ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഒരു ഏതാനും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിലൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ വന്നിട്ട്. അപ്പോൾ നിരന്തരമായിട്ട് മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതുമായിട്ട് എടുക്കുകയും, പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മളൊപ്പം ഈ ജനപ്രതിനിധികൾ ഇതിന്റെ കൂടെ നിന്നത് കൊണ്ടാണ് മാത്രമാണ് ഇത് നമുക്ക് ഈ തരത്തിലേക്ക് 100% നമുക്ക് എത്താൻ പറ്റുന്നത്. അതോടൊപ്പം നമ്മുടെ ജില്ലയിലെ, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നേടിയ മുനിസിപ്പാലിറ്റി ആയിട്ട് നിങ്ങളുടെ ഏവരുടെയും അംഗീകാരത്തോടുകൂടി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ ഈ ഒരു ഡിജിറ്റലൈസേഷൻ സ്പീഡപ്പ് ആക്കാൻ, നമ്മുടെ ഗുഡ് ഗവേണൻസിന് ഒരു ഭാഗമായിട്ട് മാറ്റാൻ നമ്മുടെ ഓഫീസേഴ്സ് ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. വിവരസാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് ഫലപ്രദമായി വ്യാപിപ്പിച്ച് ദൈനംദിന സർക്കാർ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനും വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് നഗരസഭ വിജയകരമായി നടപ്പാക്കിയതെന്നും മറ്റ് നഗരസഭകളിലെല്ലാം ഇതിന്റെ പ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ മൂവാറ്റുപുഴയിൽ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞത് നേട്ടമാണെന്നും നഗരസഭാ ചെയർമാൻ PP എൽദോസ് പറഞ്ഞു. ഇന്ന് 2 മാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഒരു നഗരസഭ എന്നുള്ള തലത്തിലേക്ക് മൂവാറ്റുപുഴയെ ഉയർത്താൻ കഴിഞ്ഞതിലുള്ള നഗരസഭാ കൗൺസിലിനുള്ള സന്തോഷം പങ്കുവെക്കുമ്പോൾ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് നഗരസഭകളും അതുപോലെ പഞ്ചായത്തുകളും ഈ ഡിജിറ്റൽ കേരളയുടെ ഡിജി കേരളം പദ്ധതിയുടെ പ്രാഥമിക നടപടിക്രമങ്ങൾ മാത്രം, വിവര ശേഖരണം പോലും പൂർത്തീകരിക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തലത്തിൽ നഗരസഭയുടെ ഈ പ്രഖ്യാപനത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാര് അതുപോലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ മൂവാറ്റുപുഴയിലെത്തി ഇതിന്റെ ഒരു അന്തിമമായ പ്രഖ്യാപനം കൂടി നടത്തും എന്നറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നഗരസഭയെന്ന ഇന്ന് നഗരകാര്യ ജോയിന്റ് ഡയറക്ടർ മൂവാറ്റുപുഴയിലെത്തി കൗൺസിൽ യോഗത്തിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപനം നടത്തി അക്കാര്യം സ്നേഹിതന്മാരെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ പത്രസമ്മേളനത്തിലൂടെ ഉള്ളത്. DG കേരള കോർഡിനേറ്ററും മാസ്റ്റർ ട്രെയിനറുമായ രജിത പിയെ ചടങ്ങിൽ നഗരകാര്യ ജോയിന്റ് ഡയറക്ടർ വി പ്രദീപ് കുമാർ ആദരിച്ചു. നഗരസഭാ ചെയർമാൻ PP എൽദോസ് അധ്യക്ഷത വഹിച്ച പ്രഖ്യാപന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു,
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അജി മുണ്ടാട്ട്, PM അബ്ദുൾ സലാം, ജോസ് കുര്യാക്കോസ്, നിസ അഷറഫ്, മീര കൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് R രാഗേഷ്, മുനിസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ആരിഫ് ഖാൻ, കൗൺസിലർമാർ, നഗരസഭ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. നമുക്ക് റൈറ്റിങ്ങിനായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന് അവർ കറക്ഷൻസ് തരും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.